അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. SSF ജില്ലാ സാഹിത്യോത്സവിന്റെ പ്രൗഢമായ വേദിയിലാണ് ഞാനും നിങ്ങളും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ ഒരു കഥ പറയാം. കഥയുടെ പേര് 7 നൂറ്റാണ്ടുകൾ പിന്നിട്ട നിലാവ്. ഹിജ്റയുടെ 700 വർഷങ്ങൾക്കപ്പുറത്തേക്ക് നടന്നു പോയാൽ ഒരു കിടിലൻ രാജാവിനെ കാണാം. പേര് തുബ്ബ. ഒരിക്കൽ അദ്ദേഹവും അദ്ദേഹത്തിന്റെ സൈന്യവും യസ്രിബിലെത്തി. മദീനയുടെ പഴയ പേരാണ് യസ്രിബ്. മദീനയെ കീഴടക്കാനായിരുന്നു അദ്ദേഹം തന്റെ പരിവാരങ്ങളുമായി എത്തിയത്. മദീനയിൽ കടന്ന അദ്ദേഹത്തിന് പെട്ടെന്ന് രോഗം പിടിപെട്ടു. വായിൽ നിന്നും മൂക്കിൽ നിന്നും ദുർഗന്ധം പുറപ്പെടുന്ന പ്രത്യേക തരം അസുഖം. കൂടെയുണ്ടായിരുന്നവരെല്ലാം അകലം പാലിച്ചു. എത്ര വലിയ ചികിത്സ നടത്തിയിട്ടും ഒരു ഫലവും കാണുന്നില്ല. അവസാനം രാജാവിനെ ഒരു ജൂതൻ കാണാനിടയായി. അദ്ദേഹം പറഞ്ഞു, "ഓ രാജാവേ, ഈ യസ്രിബ് എന്ന നാട് അവസാന നബി ഹിജ്റ വരുന്ന സ്ഥലമാണ്. യസ്രിബ് നിങ്ങൾ പിടിച്ചെടുക്കാൻ നോക്കണ്ട. ഈ യസ്രിബ് നാട് പിടിച്ചെടുക്കാൻ നോക്കിയത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ അസുഖം പിടിപെട്ടത്." ഇതു കേട്ട രാജാവ് തന്റെ ഉദ്യമത്തിൽ നിന്നു പിൻവാങ്ങി. അത്ഭുതമെന്ന് പറയട്ടെ, അദ്ദേഹത്തിന്റെ അസുഖവും ഭേദമായി. അങ്ങനെ രാജാവ് മടക്കയാത്രക്കൊരുങ്ങി. പട്ടണത്തിന് പുറത്തിറങ്ങിയപ്പോൾ കൂട്ടത്തിലുണ്ടായിരുന്ന പ്രമുഖരിൽ ചിലർ പറഞ്ഞു, "ഓ രാജാവേ, ഞങ്ങൾ ഇനി അങ്ങോട്ട് മടങ്ങുന്നില്ല. അവസാന നബി ഹിജ്റ വരുന്ന സ്ഥലമാണല്ലോ. ഞങ്ങൾ ഇനി ഇവിടെ താമസിക്കാനാണ് ഉദ്ദേശിക്കുന്നത്." ഇതു കേട്ട രാജാവിനും പുത്തുനബിയോട് അതിയായ സ്നേഹവും ആദരവും തോന്നി. രാജാവ് പിന്നീട് മദീനയിലെ പ്രമുഖരായ ഔസ് ഖസ്റജ് ഗോത്രക്കാരെ വിളിച്ചു വരുത്തി. അവരോട് പറഞ്ഞു, "നിങ്ങൾ ഈ നാട്ടിൽ തന്നെ താമസക്കാരാക്കണം. അവസാന നബി വന്നാൽ അദ്ദേഹത്തിന് ശക്തി പകരണം. വന്നില്ലെങ്കിൽ നിങ്ങളുടെ മക്കളോട് ഇക്കാര്യം വസിയത്ത് ചെയ്യണം." പിന്നീട് രാജാവ് മുത്തുനബിക്കായി ഒരു കത്തെഴുതി. കത്ത് ഇപ്രകാരമായിരുന്നു: "ഞാൻ അങ്ങയെയും അങ്ങ് കൊണ്ടുവരുന്ന ഗ്രന്ഥത്തെയും വിശ്വസിച്ചിരിക്കുന്നു. അങ്ങ് എനിക്ക് വേണ്ടി ശുപാർശ ചെയ്യണം. അന്ത്യനാളിൽ എന്നെ മറക്കരുതേ." തുടർന്ന് കത്ത് സീൽ ചെയ്തി അഡ്രസ് എഴുതി. ഔസ് ഖസ്റജ് ഗോത്രക്കാരിൽ പ്രമുഖർക്ക് കത്തു കൈമാറി. കൂടാതെ മുത്തുനബി മദീനയിലെത്തിയാൽ താമസിക്കാനായി ഒരു വീടും തുബ്ബ രാജാവ് പണിതു കൊടുത്തു. വർഷങ്ങൾ പിന്നിട്ടു. സൗർ ഗുഹവാസത്തിന് ശേഷം മുത്തുനബിയും സുദീഖുൽ അക്ബർ തങ്ങളും മദീനയിൽ എത്തിച്ചേരുന്നു. ആ വാർത്ത കേട്ടത് മുതൽ ആ സുദിനം കാത്തിരിക്കുകയാണ് മദീന നിവാസികൾ. മുത്തുനബി മക്കയിൽ നിന്ന് പുറപ്പെട്ടു എന്ന വാർത്ത അറിഞ്ഞത് മുതൽ എല്ലാ പ്രഭാതത്തിന് ശേഷവും അവർ പട്ടണത്തിന് പുറത്തു ചെന്ന് കാത്തു നിൽക്കും. വെയിൽ ചൂടാകുമ്പോൾ മരത്തണൽ പറ്റും. അതും ലഭിച്ചില്ലെങ്കിൽ താമസ സ്ഥലത്തേക്കു തന്നെ മടങ്ങും. അന്നും അവർ പ്രതീക്ഷയോടെ കാത്തിരുന്നിരുന്നു. വെയിൽ ചൂടായി മരത്തണൽ തീർന്നപ്പോൾ അവർ താമസ സ്ഥലത്തേക്കു തന്നെ മടങ്ങി. അപ്പോഴായിരുന്നു പ്രവാചകൻ എത്തിച്ചേരുന്നത്. നബിയെ ആദ്യമായി കണ്ടത് ഒരു ജൂതനായിരുന്നു. അദ്ദേഹം വിളിച്ചു പറഞ്ഞു, "അറബികളെ, അറബികളെ, നിങ്ങളുടെ ഭാഗ്യം തെളിഞ്ഞിരിക്കുന്നു. നിങ്ങൾ പ്രതീക്ഷിച്ച ആൾ ഇതാ വന്നെത്തി കഴിഞ്ഞു." അൻസാറുകൾ ഓടിക്കിതച്ച് അവിടെ എത്തി. അടുക്കളയിൽ നിന്ന് ഉമ്മമാരും കളിച്ചു കൊണ്ടിരിക്കുന്ന കുട്ടികളും ജോലി സ്ഥലത്തായിരിക്കുന്ന ഉപ്പമാരും എല്ലാവരും ഓടി. ബദ്രുവിന്റെ അകമ്പടിയോടെ അവർ മുത്തുനബിയെ അനുഗമിച്ചു. അന്ന് മദീനക്കാർ സന്തോഷിച്ചത്ര മറ്റൊരു മനുഷ്യനും സന്തോഷിച്ചിട്ടുണ്ടാവില്ല. മുത്തുനബി മദീനയിലെ ഓരോ വീടിനരികിലൂടെ നീങ്ങുമ്പോഴും തങ്ങളുടെ കൂടെ താമസിക്കണമെന്ന് അവർ ആഗ്രഹം പ്രകടിപ്പിച്ചു. പക്ഷേ ഒട്ടകം മുട്ടുകുത്തുന്നിടത്താണ് താമസിക്കുക എന്ന് മുത്തുനബി പ്രതികരിച്ചു. ഒടുവിൽ ഒട്ടകം മുട്ടുകുത്തി അബൂ അയ്യൂബുൽ അൻസാരിയുടെ വീടിന് മുന്നിൽ. 700 വർഷങ്ങൾക്ക് മുമ്പ് തുബ്ബ രാജാവ് മുത്തുനബിക്കായി പണിത ഭവനത്തിന് മുന്നിൽ, അതെ, വീട്ടുകാരന് വേണ്ടി 700 കൊല്ലം കാത്തിരുന്ന വീട്.
പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇതായിരുന്നു നീണ്ട വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ യസ്രിബുകാർക്ക് ലഭിച്ച അന്യമത്തുൽ കുബ്ര, ദ ഗ്രേറ്റ് ഗിഫ്റ്റ്, ഏറ്റവും വലിയ അനുഗ്രഹീത സമ്മാനം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കഥ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.